നമസ്കാരം. വാർത്താ വിചാരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വാർത്താ വിചാരം പോകുന്നത് ഗംഗാവലി പുഴയിലെ കണ്ണീർ പുഴ അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ജീവനിട്ട് പോയ ഒരു ശരീരമായി അർജുൻ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന ആ ഒരു കണ്ണീരിൻ്റെ കഥയെക്കുറിച്ച്. ഉത്തരകന്നഡ ജില്ലയിലെ ശിരൂർ ദേശീയപാതയിൽ കുന്നിടിഞ്ഞ് ഗംഗാവലി നദിയിൽ പതിച്ച മൺകൂമ്പാരത്തിനിടയിൽപ്പെട്ട് ഏകദേശം 72 ദിവസത്തിന് ശേഷം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ 30 വയസ്സുകാരനായ അർജുൻ എന്ന് പറയപ്പെടുന്ന യുവാവിൻ്റെ മൃതദേഹവും ലോറിയുമൊക്കെ കഴിഞ്ഞ ദിവസം വീണ്ടെടുത്തു എന്നൊരു വാർത്തയായിരുന്നു വളരെ ഞെട്ടലോടുകൂടി നമ്മൾ കേട്ടത്. ശിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോടിൻ്റെ പുത്രൻ, ആ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇന്നലെ പൂർത്തിയാവുകയായിരുന്നു. 72 ദിവസം പ്രതീക്ഷയുടെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കണം ബാക്കി വെച്ചിരുന്നു, പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് നമ്മളും നമ്മളെക്കാൾ അർജുൻ്റെ കുടുംബവും കാത്തിരുന്നതാണ് അർജുൻ വരുന്നതിന് വേണ്ടിയിട്ട്. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് ഏകദേശം 72ാമത്തെ ദിവസമാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. 3ാം ഘട്ട തിരച്ചിലിൽ ഡ്രഡ്ജിങ് നടത്തിയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ബലഗാവിയിലെ രാംനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തടി കയറ്റി എടവണ്ണയിലേക്ക് മടക്കയാത്രയ്ക്കിടെ ജൂലൈ 16 കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെട്ടത് എന്ന് നമ്മൾ വളരെ സങ്കടപൂർവ്വം കേട്ടിരുന്ന വാർത്തയാണ്. അപകടത്തിൽ അന്ന് കാണാതായ അർജുൻ്റെ കുടുംബത്തിൻ്റെ വിഷമം ഒരു നാടിൻ്റെ വിഷമമായി, ഒരു വികാരമായി മാറുകയായിരുന്നു. അങ്ങനെ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ദൗത്യമുണ്ടായി. ശിരൂർ ദൗത്യത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അന്ന് ജൂലൈ 16 രാവിലെ 8:30 ദേശീയപാത 66ലേക്ക് ചെങ്കുത്തായ മലനിരകൾ ഇടിഞ്ഞു വീണ് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന അർജുൻ്റെ ലോറി ഉൾപ്പെടെ 3 ടാങ്കറുകളും ഒരു ലോറിയും ഒരു കാറും കാണാതാകുന്ന ദിവസം. ജൂലൈ 19 സംഭവ സ്ഥലത്തെത്തിയ അർജുൻ്റെ അനിയൻ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തിയവർ തിരച്ചിൽ പേരിന് മാത്രമാണ് നടക്കുന്നത് എന്ന് മാധ്യമങ്ങളെ കൃത്യമായി അറിയിക്കുന്ന ദിവസം. ജൂലൈ മാസം 20-ാം തീയതി റഡാർ എത്തിച്ച് പരിശോധന നടത്തുന്നു. മണ്ണിടിയിൽ നിന്ന് 3 സിഗ്നലുകൾ ലഭിക്കുന്നു. GPS ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കുന്നു. ജൂലൈ 21 രക്ഷാപ്രവർത്തനം പതുക്കെയാണ് നടക്കുന്നത് എന്ന് കാണിച്ച് അർജുൻ്റെ കുടുംബം പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു. കർണാടക ബൽഗാമിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള 40 അംഗ സംഘം തിരച്ചിലിനെത്തുന്നു. റോഡിൽ നിന്ന് 98% മണ്ണ് മാറിയപ്പോഴും ട്രക്കിൻ്റെ സൂചന പോലും അപ്പോൾ ലഭിക്കുന്നില്ല. തിരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് നീളുന്നു. ജൂലൈ 22-ാം തീയതി കരയിൽ ലോറി ഇല്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുന്നു. കോഴിക്കോട്ട് നിന്നും 18 പേരടങ്ങുന്ന സന്നദ്ധ സംഘം ശിരൂരിലേക്ക് തിരച്ചിലിനായി യാത്ര പുറപ്പെടുന്നു. പുഴയിൽ LPG ബുള്ളറ്റ് ടാങ്കർ കണ്ടെത്തുന്നു. അത് കരക്കെത്തിക്കുന്നു. ജൂലൈ 23-ാം തീയതി ഗംഗാവലി പുഴയിൽ റഡാർ സിഗ്നൽ ഇടത്തുനിന്ന് തന്നെ സോണാർ സിഗ്നൽ ലഭിക്കുന്നു, അല്ലെങ്കിൽ ആ സിഗ്നൽ അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപകടത്തിൽ കാണാതായ സന്നി ഹനുമന്ത എന്ന സ്ത്രീയുടെ മൃതദേഹം അപകടം നടന്നതിന് 12 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അതിനുശേഷം കൂരാച്ചുണ്ട് റെസ്ക്യൂ ടീം തിരച്ചിലിനായി ശിരൂരിലെത്തുന്നു. ജൂലൈ 24 അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വൈകിയില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുന്നു. ജൂലൈ 25-ാം തീയതി മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ തിരച്ചിലിന് ശിരൂരിലെത്തുന്നു. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. രാത്രി നടക്കേണ്ട ഡ്രോൺ പരിശോധന അതോടുകൂടി തടസ്സപ്പെടുന്നു. ജൂലൈ മാസം 26-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈന്യത്തിൻ്റെ കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയക്കുന്നു. ജൂലൈ 27-ാം തീയതി അർജുനെ തിരയാനായി ഈശ്വർ മാൽപ്പയും മത്സ്യത്തൊഴിലാളികളും അതോടുകൂടി രംഗത്തെത്തുന്നു. വലിയ ചർച്ചാ വിഷയങ്ങളാവുകയായിരുന്നു. ജൂലൈ 28-ാം തീയതി തിരച്ചിൽ ദൗത്യം കർണാടക താൽക്കാലികമായി നിർത്തുന്നു. കേരളം എതിർപ്പറിയിക്കുന്നു. ദൗത്യം തുടരുമെന്ന് കർണാടകയുടെ വിശദീകരണം ഉണ്ടാകുന്നു. ജൂലൈ മാസം 29-ാം തീയതി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തിരച്ചിൽ നടത്തുമെന്ന് കർണാടക സർക്കാർ അറിയിക്കുന്നു. ജൂലൈ 30-ാം തീയതി തൃശൂർ കാർഷിക സർവകലാശാല പ്രതിനിധികൾ സ്ഥലത്തെത്തി ഡ്രഡ്ജർ എത്തിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുന്നു. തിരച്ചിൽ സാധ്യമാണ് എന്ന് പ്രതിനിധികൾ അറിയിക്കുകയാണ്. അടുത്തത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശിരൂരിലെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങുന്നു. ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശിരൂരിലേക്ക് തൃശ്ശൂരിലെ ഡ്രഡ്ജർ എത്തിക്കേണ്ടത് എന്ന് തീരുമാനമുണ്ടാകുന്നു. അമാവാസി നാളിൽ പുഴയിലെ വെള്ളം കുറയുമ്പോൾ തിരച്ചിലിന് തയ്യാറാണ് എന്ന്
ഈശ്വർ മാൽപ്പെ അടക്കം പറയുന്നു. ഓഗസ്റ്റ് മാസം 4-ാം തീയതി കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഈശ്വർ മാൽപ്പയെ പുഴയിലിറങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ല. ഓഗസ്റ്റ് മാസം 7-ാം തീയതി ജൂനിയർ ക്ലർക്കായി അർജുൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ താൽക്കാലിക നിയമനം നൽകുന്നത് മാത്രമാണ് കേരളത്തിൽ അന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസം 10-ലേക്ക് പോകുമ്പോൾ ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് കുറയുന്നു. അർജുന് വേണ്ടി വീണ്ടും തിരച്ചിൽ ആരംഭിക്കുന്നു. ഓഗസ്റ്റ് മാസം 13-ന് ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയും മരവാതിൽ ഭാഗവും കണ്ടെത്തുന്നു. ഓഗസ്റ്റ് മാസം 14-ാം തീയതി നാവികസേന കണ്ടെത്തിയ കയർ അത് അർജുൻ്റെ ലോറിയിലേതെന്ന് സ്ഥിരീകരിച്ച് ലോറിയുടെ ഉടമ മനാഫ് എത്തുന്നു. ഓഗസ്റ്റ് 15 ഈശ്വർ മാൽപ്പയോടൊപ്പം തിരുവേഗപ്പുറ പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും അർജുൻ ഉൾപ്പെടെയുള്ളവരെ തിരയാൻ വേണ്ടി ഷിരൂരിലേക്ക് എത്തുന്നു. ഓഗസ്റ്റ് 16 അർജുൻ്റെ ലോറിയിലെ കയറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ലഭിക്കുന്നു. ഓഗസ്റ്റ് 28-ന് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ തുടരുമെന്ന് അർജുൻ്റെ കുടുംബത്തിന് സിദ്ധരാമയ്യ ഉറപ്പ് നൽകുന്നു. സെപ്റ്റംബർ മാസം 18-ാം തീയതി ഗോവയിൽ നിന്ന് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഡ്രഡ്ജർ കാർവാറിലെത്തുന്നു. സെപ്റ്റംബർ മാസം 20-ന് ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് അർജുനടക്കം 3 പേർക്കായി തിരച്ചിൽ ആരംഭിക്കുന്നു. സെപ്റ്റംബർ മാസം 21 സ്റ്റിയറിംഗ്, ക്ലച്ച്, ടയറിൻ്റെ ഭാഗങ്ങൾ എന്നിവ ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിക്കുന്നു. ആദ്യം അർജുൻ്റെ ലോറിയുടേതെന്ന് കരുതിയെങ്കിലും പിന്നീടത് അല്ല എന്ന് സ്ഥിരീകരിക്കേണ്ടി വരുന്നു. സെപ്റ്റംബർ മാസം 22 പുഴയിൽ നിന്നും ഒരു അസ്ഥി കഷ്ണം ലഭിക്കുന്നു. ജില്ലാ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈശ്വർ മാൽപ്പെ തിരച്ചിൽ നിർത്തി മടങ്ങുന്നു. സെപ്റ്റംബർ മാസം 23-ാം തീയതി റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനും സാങ്കേതിക പരിശീലനം നേടിയ ടീം അംഗങ്ങളും തിരച്ചിലിനായി അവിടേക്ക് എത്തുന്നു. സെപ്റ്റംബർ മാസം 25 അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു. ക്യാബിനുള്ളിൽ ഒരു മൃതദേഹവും കാണുന്നു. ദുരന്തമുഖത്ത് ഇത്രയും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു തിരച്ചിൽ ചിലപ്പോൾ അടുത്ത കാലത്തെങ്ങും നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ടാവില്ല. പ്രകൃതിയുടെ കനത്ത പ്രതികൂലാവസ്ഥകളോട് പോരാടുക എന്നത് മാത്രമല്ല, ഇത്രയും ആഴത്തിൽ പതിച്ചിരിക്കുന്ന മണ്ണ് നീക്കി അതിനിടയിൽ എവിടെയോ ഉണ്ടാകാനിടയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്ന പ്രായോഗിക പ്രതിസന്ധി കൂടിയാണ് ഷിരൂരിൽ രക്ഷാസംഘത്തിന് മറികടക്കാനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒടുവിൽ ലോറിയും അർജുൻ്റെ ശരീരവും കണ്ടെത്തിയത് ഗംഗാവലി പുഴയുടെ 12 മീറ്റർ ആഴത്തിൽ നിന്നായിരുന്നു. ഏറെക്കുറെ അസാധ്യമെന്ന് തന്നെ കരുതിയിരുന്നിടത്ത് നിന്ന് നിശ്ചയദാർഢ്യത്തിൻ്റെയും തളരാത്ത ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും പിൻബലത്തിലാണ് അർജുനിലേക്ക് തിരച്ചിൽ സംഘത്തിന് എത്തിച്ചേരാനായത്. 2 മാസത്തിലേറെ നീണ്ട ഏറ്റവും ശ്രമകരമായ തിരച്ചിലുകൾക്കൊടുവിലാണ് കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് കാണാതായ അർജുൻ്റെ ലോറി കണ്ടെത്താനായത് എന്നുള്ളതാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന, ഡ്രോൺ പരിശോധന, നേവിയും സ്കൂബ ഡൈവേഴ്സും ഈശ്വർ മാൽപ്പെ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധരുമൊക്കെ കുത്തിയൊഴുകുന്ന ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിൽ എന്നിങ്ങനെ നിരവധി ഘട്ടങ്ങൾക്കൊടുവിലാണ് അർജുൻ്റെ ലോറിയിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നത്. മണ്ണിടിച്ചിൽ അർജുനെ കാണാതായെന്ന വാർത്ത പുറത്തെത്തിയതോടെ തിരച്ചിൽ ശക്തമാക്കാൻ കർണാടക സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത്. ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളവർ കർണാടകത്തെ ബന്ധപ്പെടുന്നു. മാധ്യമങ്ങളുടെ ഒരു പട തന്നെ ദുരന്ത സ്ഥലത്ത് ആഴ്ചകളോളം തമ്പടിച്ച് രാജ്യമെങ്ങും ശ്രദ്ധിക്കും വിധത്തിൽ വാർത്ത നൽകുന്നു. ഇതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ട കർണാടകയിലെ ഉദ്യോഗസ്ഥരോട് ഒരു മലയാളിയെയാണ് കാണാതായത്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നായിരുന്നു അന്ന് ലോറി ഉടമയായ മനാഫ് കൊടുത്ത മറുപടി പോലും. അതെ, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വേദനയും പ്രാർത്ഥനയുമായിരുന്നു അർജുൻ. ബലഗാവിലെ രാംനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് മരത്തടികളുമായി വരുമ്പോൾ അർജുൻ ഷിരൂരിലെ മണ്ണിടിച്ചിലുള്ള അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത്. അപകടത്തിൻ്റെ തലേ ദിവസമാണ് അർജുൻ കുടുംബത്തെ അവസാനമായി വിളിക്കുന്നത് പോലും. പിന്നീട് വിവരം ലഭിക്കാത്തതോടെ അർജുൻ ഓടിച്ച ലോറിയുടെ അവസാന ലൊക്കേഷൻ ഷിരൂരിലാണ് എന്ന് മനസ്സിലാക്കി കുടുംബം ഇവിടേക്ക് തിരിച്ചു. പക്ഷേ ഷിരൂർ സന്ദർശിച്ച കുടുംബത്തിന് അവിടെ നടക്കുന്ന തിരച്ചിലിൽ അന്ന് അതൃപ്തി ഉണ്ടായിരുന്നു. ഇക്കാര്യം കുടുംബം കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവനെ അറിയിക്കുന്നു. ഇതേ സമയത്താണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലും വിഷയമെത്തുന്നത്. അന്നു മുതൽ മലയാള മാധ്യമ സമൂഹം അർജുനു വേണ്ടി നിലകൊണ്ടു. ഷിരൂരിലെ രക്ഷാദൗത്യത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുവാനുള്ള ഗോൾഡൻ അവർ നഷ്ടപ്പെടുത്തിയെന്നുള്ള വിമർശനമടക്കം അവിടെ ഉയരുകയും ചെയ്തു. ഇതോടെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഇവിടേക്ക് പതിയുന്നത് പോലും. MK രാഘവൻ MP കേരള സർക്കാരുമായും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തി. അവിടെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കൃഷ്ണ ബൈരാഗൌഡയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു.
കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെയും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും അതിനോടൊപ്പം ഇടപെടൽ നടത്തുന്നു. വിഷയം പുറത്തറിഞ്ഞ് 3-ാം ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനം ഒഴിവാക്കി MK രാഘവൻ ഷിരൂരിലെത്തുന്നു. അപകട വിവരം പുറത്തറിഞ്ഞത് മുതൽ കുടുംബത്തെ പ്രതിനിധീകരിച്ച അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ സ്ഥലത്തുണ്ട്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫും തിരച്ചിലിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രതീക്ഷയോടെ അർജുനെ തിരിച്ചു കൊണ്ടുവരുമെന്ന കുടുംബത്തിന് നൽകിയ വാക്കുമായി ഷിരൂരിൽ നിലയുറപ്പിച്ചു. കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമേറിയതോടെ തിരച്ചിലിന് മുഴുവൻ സമയവും നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കാർവാർ MLA ആയിട്ട് സതീഷ് കൃഷ്ണ സെയിലിനെ ചുമതലപ്പെടുത്തുന്നു. തുടക്കം മുതൽ അർജുൻ്റെ ലോറി കണ്ടെത്തുന്നതുവരെ അദ്ദേഹം തിരച്ചിലിന് നേതൃത്വം നൽകിയെന്നുള്ളതാണ്. കർണാടക സർക്കാർ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോഴും അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഷിരൂരിലായിരുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന കേരളത്തിൻ്റെ 141-ാം MLA എന്ന വിശേഷണം മലയാളികളുടെ നന്ദി പ്രകടനമാവുകയാണ്. അതായത് അവിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കാർവാറിൻ്റെ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സെയിലിനെ ചുമതലപ്പെടുത്തിയതോടുകൂടി ആ 72 ദിവസവും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലയാളികൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ 141-ാമത്തെ MLA എന്ന വിശേഷണം നൽകി നന്ദി പ്രകടിപ്പിച്ചത്. തിരച്ചിലിൻ്റെ ആദ്യഘട്ടത്തിൽ ഓരോ ദിവസവും അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഓരോ മലയാളിയും. ഒരു വേളയിൽ കേരള കർണാടക ബന്ധം പോലും വഷളാകുമോ എന്ന രീതിയിൽ കർണാടക സർക്കാരിനെതിരെ സൈബർ ആക്രമണം പോലും ഉണ്ടായി. തിരച്ചിലിന് വേഗം പോരെന്ന് ചിന്തിച്ച് അവനെ ജീവനോടെ കണ്ടെത്തിയേ പറ്റൂ എന്ന വാശിയിൽ അർജുനെ തിരയാൻ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം ഷിരൂരിലേക്ക് തിരിച്ചു. മഞ്ചേശ്വരം MLA AK അഷ്റഫിൻ്റെതാണ് മറ്റൊരു സജീവ സാന്നിധ്യം എന്ന് പറയപ്പെടുന്നത്. ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മി പ്രിയയും ഭരണതലത്തിൽ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. തിരച്ചിലിന് തുടക്കം മുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് കാലാവസ്ഥയായിരുന്നു. വീണ്ടും മണ്ണിടിഞ്ഞ് അപകടമുണ്ടായേക്കാവുന്ന സാധ്യതയും മുന്നിലുണ്ടായിരുന്നു. മലയോളം പൊക്കത്തിൽ കിടക്കുന്ന ഇടിഞ്ഞു വീണ മൺകൂമ്പാരത്തെ നോക്കി ഇതിനിടയിൽ എവിടെയോ ആണ് അർജുൻ എന്ന നിഗമനത്തിൽ തുടക്കത്തിൽ കര കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിലെങ്കിൽ മണ്ണു മാറ്റുന്ന ഓരോ ദിവസവും മുഴുവൻ കേരളവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. റഡാർ ലഭിച്ചുള്ള പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ചതോടെ പ്രതീക്ഷ വീണ്ടും ഇരട്ടിച്ചു എന്നുള്ളതാണ്. എന്നാൽ 13-ാം ദിവസം മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താനാകാതെ വന്നതോടെ അന്വേഷണം ഗംഗാവലി പുഴയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അപ്പോഴും കുലം കൊത്തിയൊഴുകുന്ന ഗംഗാവലിയിൽ തിരച്ചിലിന് സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ്. ജൂലൈ 22 മുതലാണ് ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുന്നത് പോലും. ദൗത്യം വൈകുന്നതിൽ മലയാളികളുടെ രോഷത്തിൻ്റെ ചൂടറിഞ്ഞത് കാർവാർ SP ആയിട്ടുള്ള P നാരായണനാണ്. ദൗത്യം വൈകുമ്പോഴും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച സെൽഫി വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ദൗത്യം വൈകുന്തോറും കേരള ജനതയുടെ ആത്മരോഷത്തിൻ്റെ ആ പ്രകടനങ്ങൾ അവർക്ക് കാണേണ്ടി വന്നു എന്നുള്ളത്. തെരുവിൽ പോലും പ്രതിഷേധമുണ്ടായി. അനുമതി ലഭിക്കുകയാണെങ്കിൽ തങ്ങളും തിരച്ചിലിനെത്താമെന്ന് പല കോണുകളിൽ നിന്നും ശബ്ദമേർന്നു. കോഴിക്കോട്ട് നിന്ന് ആദ്യഘട്ടത്തിൽ 18 പേരടങ്ങുന്ന സന്നദ്ധ സംഘം ഷിരൂരിലേക്ക് തിരിക്കുന്നു. കൂരാച്ചുണ്ട് റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തുന്നു. രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് തിരച്ചിലിന് അനുമതി നൽകാതിരുന്നത് വലിയ പ്രതിഷേധത്തിന് വരെ ഇടയാക്കുകയും ചെയ്തു. നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയെങ്കിലും പിന്നീട് ദൗത്യം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു രഞ്ജിത്തിന്. അതിനിടെ തിരച്ചിൽ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അർജുനെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഇടപെടലാണ്. അദ്ദേഹത്തിൻ്റെ സംഘം നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് ലോറി കണ്ടെത്താൻ സാധ്യതയുള്ള 4 കോൺടാക്ട് പോയിന്റുകൾ രേഖപ്പെടുത്തിയത്. ഇതിൽ CP2 എന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി ലഭിച്ചിരിക്കുന്നത്. ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോഹ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഗംഗാവലി കലിതൊള്ളി നിൽക്കുന്നതിനാൽ ഡൈവർമാർക്ക് അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധിക്കുവാനോ അങ്ങനെ പരിശോധന നടത്തുവാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. നാവികസേന ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുത്തിയതോടെയാണ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയുടെ സംഘം ഷിരൂരിലെത്തുന്നത്. വടം കെട്ടി ഗംഗാവലിയിലേക്ക് ഇറങ്ങിയ മാൽപ്പയുടെ വടം പൊട്ടിപ്പോകുന്നു. അടിയൊഴുക്കിൽപ്പെട്ട അദ്ദേഹത്തെ പിന്നീട് നാവികസേന ഉൾപ്പെടെ ചേർന്നാണ് പുഴയിൽ നിന്ന് വലിച്ചു കയറ്റുന്നത്. കലിതുള്ളി ഒഴുകുന്ന ഗംഗാവലിയുടെ രൗദ്രതയിൽ തിരച്ചിൽ നീണ്ടുപോയി. പുഴയിലിറങ്ങിയുള്ള ശ്രമങ്ങൾ ഫലവത്തായില്ല. ദൗത്യം തന്നെ ഉപേക്ഷിച്ചേക്കുമെന്ന ഘട്ടത്തിലാണ് കോഴിക്കോട്ട് നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിലെത്തുന്നത്. കർണാടക സർക്കാരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നു. അർജുനെ കണ്ടെത്തുന്നതുവരെ ദൗത്യം തുടരാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. ഇതിൻ്റെ ഫലം കൂടിയാണ് ഇത്ര വൈകിയാണെങ്കിലും ദൗത്യം പൂർണ്ണമാവുന്നത് എന്നുള്ളതാണ്. ഇതിനിടെയാണ് ദൗത്യം അവസാനിപ്പിക്കരുത് എന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തു നൽകുന്നത്. MLA മാരായിട്ടുള്ള M വിജിൻ, ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ് എന്നിവരും മന്ത്രിക്കൊപ്പം വന്ന് ഷിരൂരിലെത്തുകയും ചെയ്തു.
പിന്നെ എന്തു സംഭവിച്ചു? ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ ഗംഗാവലിയിലെ ഒഴുക്കിൽ നാവികസേന മുങ്ങിപ്പരിശോധന അസാധ്യമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടാൻ തന്നെ കേരളം അന്ന് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈശ്വർ മാൽപ്പയുടെ സഹായം തേടുന്നത്. മലവെള്ളപ്പാച്ചിലും അദ്ദേഹം പലതവണ ഗംഗാവലിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയ്ക്ക് മുമ്പ് കർണാടക സർക്കാർ താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിക്കുന്നതുവരെ ഈശ്വർ മാൽപ്പെ പരമാവധി ശ്രമങ്ങൾ നടത്തി. ഡ്രഡ്ജർ എത്തിച്ച ശേഷം തുടങ്ങിയ തിരച്ചിലും പല പ്രധാന ഭാഗങ്ങളും കണ്ടെത്തിയത് ഈശ്വർ മാൽപ്പയായിരുന്നു. ഒടുവിൽ അധികൃതരുടെ നിയന്ത്രണങ്ങളെ തുടർന്ന് അദ്ദേഹം ദൗത്യം മതിയാക്കി തിരിച്ചുപോയി. കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുക്കുന്നു. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബോട്ടിലേക്ക് മാറ്റിയ ഈ ഭാഗം ഇനി വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയാണ്. SDRF ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്തിന് മുകളിലേക്ക് കയറിയ ശേഷമാണ് ആ മൃതദേഹം പുറത്തെടുത്തത്. 2 മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണ്. CP2 നിന്നാണ് ഈ ലോറി കണ്ടെടുത്തതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. ജലോപരിതലത്തിൽ നിന്ന് ഏകദേശം 12 മീറ്റർ ആഴത്തിലായിരുന്നു ഈ ലോറി കിടന്നത് പോലും. കണ്ണാടിക്കലിലെ മൂലാടിക്കുഴി പ്രേമൻ്റെയും ഷീലയുടെയും മകനായിട്ടുള്ള അർജുൻ്റെ വീടും പരിസരവുമെല്ലാം നാട്ടുകാരാൽ നിറയുകയാണിപ്പോൾ. അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ഈ അർജുൻ. തിരിച്ചറിയാൻ പാകത്തിലല്ലെങ്കിലും അവൻ അവസാനമായി ഒരു നോക്ക് കാണണം. എല്ലാവരുടെയും ആഗ്രഹം അതാണ് താനും. ജീവനോടെ അർജുനേട്ടനെ കിട്ടുമെന്നായിരുന്നു വലിയ പ്രതീക്ഷ. അതിനായി പ്രാർത്ഥിച്ചു. പിന്നീട് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടപ്പോൾ ഒരു തുമ്പെങ്കിലും കിട്ടണേ എന്നായി. ഇപ്പോൾ ഗംഗാവലിയിൽ നിന്ന് ലോറിക്കൊപ്പം അർജുനെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജീവനില്ലെങ്കിലും അത്രയും ആശ്വാസമെന്ന് അവർ പറയുകയാണ്. ഷിരൂരിൽ നിന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ വിതുമ്പലോടുകൂടിയാണ് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും ഇതിനോട് പ്രതികരിച്ചത്. അർജുനെ കാണാതായത് മുതൽ അവിടെ കഴിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ. തിരച്ചിലിൻ്റെ ഓരോ ഘട്ടത്തിലും അയാളുണ്ടായിരുന്നു. ഒടുവിൽ പുഴയ്ക്കുള്ളിൽ നിന്ന് ട്രക്ക് പുറത്തേക്ക് വരുമ്പോൾ ആരോടൊക്കെയോ നന്ദി പറയാനുണ്ട് എന്ന് ജിതിൻ അറിയാതെ ചിന്തിച്ചു പോകുന്നു. തിരിച്ചറിയാനൊന്നുമില്ല, ഇത് അർജുനാണ്. സാങ്കേതിക തടസ്സങ്ങളെല്ലാം ഒഴിവായി മൃതദേഹം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം. 2 മാസമായിട്ടും ഒരു പ്രതീക്ഷയും ഇല്ലാതായപ്പോൾ അർജുൻ്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനൊപ്പം ഗംഗാവലി പുഴക്കരിയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അവനെ കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി ഈ പുഴ തങ്ങളുടേത് കൂടിയാണ് എന്നും ഇടയ്ക്കിടെ ഇവിടെ വരുമെന്നുമായിരുന്നു അവളുടെ വാക്കുകൾ. തിരച്ചിൽ അനന്തമായി നീണ്ടപ്പോൾ സർക്കാർ ഇടപെട്ട് ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ക്ലർക്കായി ജോലി നൽകിയിരുന്നു. അതൊരാശ്വാസമായി. 1 വയസ്സുകാരന് അയാൻ എന്ന് പറയപ്പെടുന്ന മകൻ അച്ഛനെ നോക്കി ഇനി കാത്തിരിപ്പാണ്. അതേസമയം ജീവനോടെയല്ലെങ്കിലും അർജുനെ തിരിച്ചു കിട്ടാൻ അമ്മ ഷീലയ്ക്ക് രോഗശയ്യയിൽ കിടന്ന് പോരാടേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. മാസങ്ങൾക്ക് മുൻപ് ജൂലൈ 16 ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ വിവരം അറിഞ്ഞ അന്നു മുതൽ ആശങ്കയിലായ ആ കുടുംബം പിറ്റേന്ന് ചേവായൂർ പോലീസിൽ പരാതി നൽകുന്നു. മകനെ കണ്ടെത്തുവാനുള്ള ഒരു നീക്കവും ഇല്ലാതിരുന്നതിനാൽ MK രാഘവൻ MPയുടെ ഓഫീസിലെത്തി പരാതി നൽകുന്നു. അങ്കോള സ്റ്റേഷനിൽ കാണാതായ പരാതി പോലും സ്വീകരിച്ചത് അതിനുശേഷം ഓരോ ദിവസവും തിരച്ചിൽ വൈകിയതോടുകൂടി ഷീലയുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ അവസ്ഥ ആർക്കും വരരുതേ എന്ന് പറഞ്ഞ ഷീല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് എന്നുവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാണാതായി 5 ദിവസം കഴിഞ്ഞിട്ടും സൈന്യത്തെ ഇറക്കാത്തത് ചോദ്യം ചെയ്ത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇമെയിൽ സന്ദേശം വരെ അയച്ചു. തിരച്ചിൽ സർക്കാർ നിർത്തിവച്ചതിനെതിരെ പ്രതികരിച്ച അർജുൻ്റെ മാതാവിന് സമൂഹം ഒന്നടങ്കം ചെവി കൊടുത്തു എന്നുള്ളതാണ്. ഷീലയുടെ ഓരോ വാക്കും മലയാളികളുടെ ഉള്ളുലച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ഏപ്രിൽ അപസ്മാരത്തെ തുടർന്നുള്ള വീഴ്ച മൂലം തലയ്ക്ക് പരിക്കേറ്റ് ഷീല ചികിത്സയിലായിരുന്നു. അർജുൻ്റെ അവധി നോക്കി ശസ്ത്രക്രിയ നടത്തി വിശ്രമിക്കുന്നതിനിടെയാണ് മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാവുന്നത്. ഇതോടെ രോഗം മൂർച്ഛിച്ചു. തലവേദന കൂടാതിരിക്കുവാൻ ബന്ധുക്കൾ നനഞ്ഞ തുണി കെട്ടിക്കൊടുക്കുന്നതല്ലാതെ ആദിയും വേദനയും കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല എന്നുള്ളതാണ്. കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകരെയും ബന്ധുക്കളെയും കടക്കാൻ അനുവദിക്കാത്തതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ഷീല മുന്നോട്ട് പോവുകയായിരുന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ ഒരിക്കൽ പോലും കരയാതെ പിടിച്ചു നിന്ന ഷീല മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ അർജുനെ കാണാതായി 34-ാം ദിവസം വീട്ടിലെത്തിയപ്പോൾ എല്ലാ നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. 72 ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് എല്ലാവരും കാത്തിരുന്നു. നമ്മളും നമ്മളെക്കാൾ അർജുൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ് കാത്തിരുന്നത്. ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വരുന്നു. ആദരാഞ്ജലികൾ അർജുൻ, ആദരാഞ്ജലികൾ.